ഷിമോഗയിൽ വന്നിട്ട് ഇവിടെ അടുത്തെങ്ങും പോയില്ല എന്നുള്ളൊരു ചെറിയ പരാതി ഉണ്ട്. അത് തീർക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ചെറിയ റൈഡ് പോകുന്നത്. പരാതി വേറെ ആർക്കുമല്ല, എനിക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ടാണ് പോകുന്നത്. ഏകദേശം ഷിമോഗ ടൗണിൽ നിന്ന് 12 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. കൂദ്ലി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. പഴയ പുസ്തകത്തിലൊക്കെ പഠിച്ചിട്ടുള്ള പോലെ 2 നദികളായ തുങ്കയും ഭദ്രയും ഒരുമിച്ച് ചേർന്ന് തുങ്കഭദ്രയാവുന്ന ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ഒരു കൂദ്ലി എന്ന് പറയുന്ന സ്ഥലം. പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കർണാടകയിൽ മാത്രം കാണാൻ സാധിക്കുന്ന പഴയ രീതിയിലുള്ള വീടുകളും അതേപോലെ തന്നെ ചെറിയ ചെറിയ കടകളും വില്ലേജസും ഒക്കെയാണ് ആ ഒരു പോകുന്ന വഴിയിൽ കാണാൻ പറ്റുക. ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തുമ്പോൾ തന്നെ ആദ്യം തന്നെ കാണുന്നത് ഒരു ക്ഷേത്രമാണ്. അപ്പുറം ഇപ്പുറം ചെറിയ 2 ഗോപുരങ്ങളൊക്കെ ആയിട്ട് നടുക്കൊരു ചെറിയ ക്ഷേത്രമാണ് കാണുന്നത്. എൻ്റെ റൂംമേറ്റ് ഇതേ കാര്യമായിട്ട് എന്തൊക്കെയോ പ്രാർത്ഥിക്കാനായിട്ടൊക്കെ അകത്ത് കയറിയിട്ടുണ്ട്. ഞാൻ പതുക്കെ പുറകിലുള്ള ഒരു വെള്ളത്തിൻ്റെ ഷോട്ടൊക്കെ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് നീങ്ങിയതാണ്. പക്ഷെ അത്യാവശ്യം നല്ല വൈബുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ കാണാൻ പറ്റുക. അവിടെ നിന്ന് നേരെ താഴേക്ക് ഇറങ്ങാനായിട്ടൊരു വഴി കിടപ്പുണ്ട്. ശരിക്കുള്ള ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത ഇവിടെയാണുള്ളത്. തുങ്കഭദ്ര എന്ന് പറയുന്ന 2 നദികൾ ഒരുമിച്ചായി തുങ്കഭദ്രയായി മാറുന്ന ഒരു സ്ഥലമാണ്. ഈ ഒരു പുഴയാണ് ഇവിടുത്തെ മേജർ അട്രാക്ഷൻ. മുതലയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോരോ ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളും കാഴ്ചകളും ഒക്കെ കണ്ടതിന് ശേഷം കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം അതൊക്കെ ഞങ്ങളിവിടെ നിന്ന് തിരിച്ചു പോകാനായിട്ട് തുടങ്ങിയപ്പോഴാണ് താഴേക്ക് ഇറങ്ങി വരുന്നതിൻ്റെ സൈഡിലായിട്ട് മറ്റൊരു ക്ഷേത്രം നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് കൊല്ലം പഴക്കമുള്ളൊരു ക്ഷേത്രമായിരുന്നു അത്. അവിടുത്തെ ഇൻറ്റീരിയറും വാതിലുകളും ഭിത്തികളും അതേപോലെ തന്നെ അത് പുറമേ നിന്ന് കാണാനാണെങ്കിലും നല്ല രീതിയിൽ പഴക്കം ഫീൽ ചെയ്യുമായിരുന്നു. ആ ഒരു ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തേക്ക് ഞങ്ങൾ നടന്നു നോക്കിയപ്പോൾ കണ്ടത് ഈ കാണുന്ന കാഴ്ചകളൊക്കെയാണ്. ഏകദേശം 500 വർഷം പഴക്കമുള്ളൊരു ക്ഷേത്രമാണെന്നാണ് പറയപ്പെടുന്നത്. എന്നിരുന്നാലും നല്ല മനോഹരമായി തന്നെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. പല പല രീതിയിലുള്ള കൽപ്രതിമകളും വിഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. ഈ കാണുന്നത് പഴയ കാലത്തുള്ള രാജാക്കന്മാർ ചൂത് കളിച്ചുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു എന്നാണ് പറയുന്നത്. പഴയ രീതിയിലുള്ള തൂണുകളും അതേപോലെ തന്നെ ഉള്ള ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക. അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ അതൊക്കെ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് തിരിച്ചു പോകാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. ഞങ്ങൾ പോയപ്പോഴും വന്നപ്പോഴും നല്ല രീതിയിലുള്ള മഴ ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടിന് റെയിൻകോട്ടും കാര്യങ്ങളൊന്നും ഇല്ലാഞ്ഞ കാരണം ഇടയ്ക്കിടയ്ക്ക് കയറി നിൽക്കേണ്ടി വന്നായിരുന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് കയറി നിന്നപ്പോഴാണ് വണ്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചത്. കളിമണ്ണ് പോലത്തെ ചെളിയായ കാരണം വണ്ടി ആ ചെറിയ സ്ലോപ്പിൽ നിന്ന് പോലും മേലേക്ക് കയറുന്നില്ലായിരുന്നു. നല്ല ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റ് മെൽറ്റായിട്ട് അത് തേച്ച് വെച്ചേക്കുന്ന പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ സെയിം ചെളിയും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മുടെ ബ്രേക്കിൻ്റെ കാലിപ്പറിലും ചെയിനിൻ്റെ ഭാഗത്തും എല്ലാം അടിച്ച് കയറിയിരിപ്പുണ്ടായിരുന്നു. ചെയിനിന് വലിയ പ്രശ്നമൊന്നും വരില്ലെങ്കിലും ബ്രേക്കിൻ്റെ കാലിപ്പർ സ്റ്റക്കാവാൻ ഈ ഒരു ചെളി തന്നെ ധാരാളമായിരുന്നു. അത് കാരണം തിരിച്ച് സിറ്റിയിൽ വന്ന ശേഷം 80 രൂപ കൊടുത്ത് വെറുതെ വെള്ളം മാത്രം പ്രഷറിൽ അടിച്ച് കയറ്റി വെക്കേണ്ട ഒരു അവസ്ഥ വരെ എനിക്കുണ്ടായിട്ടുണ്ടായിരുന്നു. എന്താ സംഭവിച്ചെന്നുള്ള കാര്യം പറഞ്ഞപ്പം പുള്ളി പരിചയമുള്ള ആളായ കാരണം ബ്രേക്കിൻ്റെ സിലിണ്ടറും മാസ്റ്റർ സിലിണ്ടറും എല്ലാം ക്ലീൻ ചെയ്ത് തന്നു. അതേപോലെ തന്നെ ചെയിനും നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് തന്നു. വെറും 100 രൂപ തീരേണ്ട റൈഡ് 450 രൂപ വരെ എത്തിച്ചെന്നത് ആ ഒരു ഓഫ് റോഡിങ് മാത്രമായിരുന്നു.